ഹേയ് ഗൈസ്, അപ്പോൾ ഊട്ടി വന്നതിൻ്റെ എപ്പിസോഡ് 2. ഇന്ന് ഞങ്ങൾ എവിടെയൊക്കെ ഡെസ്റ്റിനേഷനിലാണ് പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഞങ്ങൾ റൂം എടുത്ത ബാൽക്കണിക്ക് നല്ല വ്യൂ ആയിരുന്നു, തേയിലത്തോട്ടം എന്തൊക്കെയോ കൃഷിയൊക്കെ കാണാണ്ടായിരുന്നു. അങ്ങനെ ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇതാണ് എൻ്റെ ഇതിൻ്റെ ഡ്രസ്സ്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യേ. പിന്നെ അവിടുത്തെ ഒരു ക്യാപ്പും പിന്നെ ചെവി പൊന്തി കളിക്കുന്ന ആ സാധനവും എല്ലാം വാങ്ങിച്ച് എല്ലാം മാറ്റി മാറ്റിയിട്ട് നോക്കുകയാണ് ഏതാ വൃത്തി നോക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഞങ്ങൾ അവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എവിടെയെന്ന് ചോദിച്ചാൽ ആർക്കും ഒരു പിടുത്തുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഞങ്ങൾ ചെന്നത് ഹോട്ടലിലേക്കാണ്. ഫുഡ് കഴിച്ചില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ വില്ലേക്കാണ് പോയത്. അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ മറ്റേ ഊട്ടി ട്രെയിനില്ലേ അത് കാണാണ്ടായിരുന്നേ, അതിലൊന്നും കയറിയിട്ടില്ല. അങ്ങനെ എല്ലാവരും ഓർഡറൊക്കെ കൊടുത്ത് വെയിറ്റ് ചെയ്യുകയാണ്. ഇത് രണ്ടാളായിട്ട് ഞാൻ ആദ്യം കമ്പനി ആയത് അത് പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരും മസാല ദോശ ഉണ്ട് ഓർഡർ ചെയ്തിരുന്നത്. അതിലൊരാൾക്ക് ഇവിടെ വന്നതിൽ അവിടുത്തെ വൃത്തി കൂടുതലോട്ടാണ് തോന്നുന്നത്. നല്ല അടാറ് കൊതുകൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് അതിനെടുത്തിട്ട് കഴിക്കേണ്ടി വന്നു. പിന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നെയ് റോസ്റ്റാണ്. അതിൻ്റെ റേറ്റ് എത്രയൊന്നും എനിക്കറിയില്ല, ഞാൻ ചോദിക്കാൻ പോയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വന്നിട്ടുള്ളത് കർണാടക ശ്രീ ഹോർട്ടിക്കൾച്ചർ ഗാർഡനാണ്. ഫസ്റ്റ് ടൈം കാണാൻ പോലെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. പിന്നെ കുതിരത, അതേപോലത്തെ കുതിര ഇഷ്ടം പോലെ, നമ്മൾ നല്ല ഓട്ടോ കാണുന്ന പോലെയാണ് അവിടെ കുതിര കാണുന്നത്. അങ്ങനെ അതിൻ്റെ അകത്തൊക്കെ കയറി ദെൻ മസ്റ്റ് വാച്ച് സ്ഥലം തന്നെയാണ്. അടിപൊളി പൂക്കളുടെ കൊട്ടാരമാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. പൂക്കൾ മാത്രമല്ല, എനിക്ക് മനസ്സിലാവാത്തത് ഇവരെങ്ങനെ ഇങ്ങനെ ശരിയാക്കി കൊണ്ടുപോകുന്ന. ഒരു 3-4 മഴയൊക്കെ അടുപ്പിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പുല്ലങ്ങ് വളരും. അപ്പോൾ എന്തുപോലെ കഷ്ടപ്പെടേണ്ടാവും എന്നുള്ളതാണ്. നമുക്കത് വെറും മിനിറ്റുകൾ മണിക്കൂറുകൾ കൊണ്ട് നമ്മൾ കണ്ടു തീർത്ത് പോകണം. അപ്പോൾ ഇവരുടെ കഷ്ടപ്പാടൊന്ന് ആലോചിച്ച് നോക്കിയേ. അതാണ് അവിടെ ചെന്നപ്പോൾ ആദ്യം ഞാൻ ആലോചിച്ച്. അങ്ങനെ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് കണ്ട് ഒരുപാട് ഫോട്ടോ എടുത്ത് കൂട്ടിയിട്ടുണ്ട്. ഇഷ്ടം പോലെ ഗാലറി ഫുള്ളാവും അവിടെ ചെന്നാൽ. ഒരുപാട് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പേസ് ഉണ്ട്. ഫാമിലിയായിട്ടൊക്കെ പെട്ടെന്ന് ചെന്നോ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പേസ് ഉണ്ട്. ഇതാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ഈ പുല്ലുകൊണ്ട് തന്നെയാണ് എന്തോ ഒരു ട്രാപ്പ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പല സ്ഥലത്ത് കുനിയെ ചെന്ന് കയറാൻ പറ്റണ ഒരു ചെറിയ ഹോളിൽ കൂടെ ഒക്കെ ചെന്ന് കയറാൻ പറ്റുന്ന ഒരു കേവ് പോലെ. ഭയങ്കര ഇഷ്ടമായി. ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നടന്ന് കളിക്കുകയായിരുന്നു. അടിപൊളിയാണ്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി. ദെൻ നമ്മൾ ഇനി ഫുള്ള് കറങ്ങാണ്ട് ഒരു ഭാഗം മാത്രമേ എത്തിയിട്ടുള്ളൂ. അവിടെ മുഴുവൻ നടന്ന് ഇങ്ങനെ അക്വേറിയത്തിൻ്റെ വലിയ അക്വേറിയം ഉണ്ട്. ഈ പലതരം മീനുകളൊക്കെ ഉള്ള, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പല കളറിലുള്ള സൈസിലുള്ള മീനുകളുണ്ട്. അടിപൊളിയാണ്, നല്ല ഭംഗിയുള്ള മീനുകൾ. അവിടെ നമുക്ക് ഫുഡൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ തേരെ പോലെ നടന്നു. പിന്നെ അവിടെ വാട്ടർ ഷോ ഉണ്ടാവാറുണ്ട്, രാത്രി തോന്നുന്നുണ്ടാവാറ്. പക്ഷേ ഞങ്ങൾ രാവിലെ കാരണം ആ ഭാഗ്യം ഉണ്ടായില്ല. പിന്നെ നമ്മൾ അടുത്ത് കയറാൻ പോണി തൂക്കുപാലത്തിലാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കയറാൻ പോണ തൂക്കുപാലമാണ്. ഉണ്ട്, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ബിയത്തൊക്കെ ഉണ്ട് തൂക്കുപാലം, പക്ഷേ ഞാൻ വരെ അവിടെ പോയിട്ടില്ല. പിന്നെ അങ്ങനെ ഫസ്റ്റ് ടൈം കയറി. ആദ്യം കയറിയപ്പോൾ ഒന്നും തോന്നിയില്ല, നടുവിലെത്തിയപ്പോൾ ഒരു ഇളക്കം തോന്നി. ആദ്യമൊക്കെ പഠിച്ചെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ, അത്രയും ധൈര്യമായിട്ട് ഇത്രയും പേര് ഇതിപ്പോൾ കയറുമ്പോൾ നമ്മൾ പഠിക്കണം. അങ്ങനെ അതിൽ നിന്നൊക്കെ ഇറങ്ങി. അവിടെ കൂടുതൽ തേയിലത്തോട്ടമാണ് കേട്ടോ. ഈ ഗാർഡൻ ആണെങ്കിലും അതിൻ്റെ ഒരു സൈഡിൽ മുഴുവൻ തേയിലാണ്. ആൻഡ് അതിൻ്റെ ഉള്ളിൽ തന്നെ, ഗാർഡൻ്റെ ഉള്ളിൽ തന്നെ ഒരു വീട് പോലെ ഉണ്ടാക്കിയിട്ട് പലതരം ചെടികളും, ഞാൻ ഈ ലോകത്ത് കാണാത്ത ചെടികൾ വരെ ഞാൻ അവിടെ പോയി നമുക്കുണ്ട്. അങ്ങനെ അവിടെ കുറച്ച് ഫോട്ടോസ് കൊടുത്ത് അതിനോട് ടാറ്റയും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ഡെസ്റ്റിനേഷൻ പോവാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നെക്സ്റ്റ് വീഡിയോ ഇടാം. ടാറ്റാ.